ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വെറുതെ ഒരു ചക്ക തിന്നാൻ പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ചക്കയില്ല. ചക്കയുടെ ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു. ഒരു ചക്ക കണ്ട് അതെടുത്തോളാം എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നിൽ നിന്ന് പപ്പ പറഞ്ഞു ഇത് എടുക്കേണ്ട, അത് പച്ചയാണെന്നാണ്, ചക്ക പഴുത്തിട്ടില്ലാന്ന്. ഞാൻ വിടുവോ? ഞാൻ ഉടനെ അത് തന്നെ അങ്ങ് വെട്ടിയിട്ടു. ചക്ക വെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടിയപ്പോൾ നല്ല പഴുത്ത ചക്ക. അപ്പോഴാണ് വീട് മുഴുവൻ പണിയായത്. കാര്യം ചക്കയുടെ മണം, ചക്കക്കുരു അരക്ക് കയ്യിലും എല്ലാം പറ്റി. എന്നിട്ട് എന്താ ചെയ്തത്? അപ്പോഴാണ് എനിക്ക് നമ്മുടെ മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, താനൂർക്കു ചക്ക തിന്നാൻ പോയ ഡയലോഗ്, അതാണ് എനിക്ക് സത്യത്തിൽ ഓർമ്മ വന്നത് കേട്ടോ. ഞാനും അങ്ങനെ പോകേണ്ടി വരുമോ എന്ന് ചിന്തിച്ചും കൂടെ പോയി കേട്ടോ. അവസാനം എന്തായെന്നറിയാവോ? ചക്ക തിന്നാൻ പോയ ഞാൻ ചക്ക വാരിക്കൊണ്ടുവന്ന ആളായി മാറി. ഇനി വീട്ടിൽ ഒരാഴ്ചത്തേക്ക് ഫുള്ള് ചക്ക ഐറ്റംസാണ്. ഇത് കണ്ടില്ലേ, ചക്ക അടത്തി വെച്ചപ്പോഴത്തേക്കും മക്കൾ 4 വഴിയിൽ നിന്നുള്ള ചക്ക കൊണ്ട് ചക്ക വഴട്ടിയതില്ലേ അതുണ്ടാക്കണം, ചക്ക അട ഉണ്ടാക്കണം, കുമ്പളപ്പം ഉണ്ടാക്കണം, അങ്ങനെ പല പല ആവശ്യങ്ങളുമായിട്ട് മക്കൾ വീട്ടിൻ്റെ അകത്ത് ബഹളം വെച്ച്. ലാസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചക്കയും കൊണ്ട് ഒരു പുട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്ത്, ചക്കപ്പുട്ടും ഉണ്ടാക്കി കൊടുത്തിട്ട് സമാധാനത്തോടെ ഇരുന്നു. അങ്ങനെ ചക്കയെല്ലാം വെട്ടി അരക്കുമൊക്കെ ഉണ്ടല്ലോ. ഈ ചക്കയെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് അടത്തി എടുത്തിട്ട് പുട്ടിനായിട്ട് ചെറുതായിട്ട് തന്നെയാണ് ഒന്ന് അരിഞ്ഞെടുത്ത്. അരയ്ക്ക് ഒന്നും വേണ്ട കേട്ടോ, ചുമ്മാ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ മലയാളികൾ ഇഷ്ടപ്പെടുന്നതാണ് ചക്ക. എന്തോരം ചക്ക കിട്ടിയാലും ആരും കളയത്തില്ല. ഇപ്പം മലയാളികൾക്ക് മാത്രമല്ല, വെളി രാജ്യങ്ങളിലെല്ലാം ചക്ക എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും. അതും വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല വില കൊടുത്ത് മേടിക്കേണ്ടിയും വരും. നമ്മുടെ വീട്ടിൽ കിട്ടുമ്പോൾ ചക്കയ്ക്ക് വിലയില്ല അല്ലേ. അപ്പോഴത്തേക്ക് ചക്ക ഒരുപാട് കൂടിപ്പോയാലും ഇതാണ് പ്രശ്നമാണ്. അപ്പോഴത്തേക്ക് ചക്ക ഞാൻ നടത്തിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ലപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് പുട്ടുണ്ടാക്കാൻ വെച്ചു. ബാക്കിയെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചും വെച്ചു. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പാത്രം, ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഒരു കവറിലോ, എയറൊന്നും കയറാത്ത രീതിയിലുള്ള കവറുകൾ കാണുമല്ലോ, അതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കണം. വർഷങ്ങളോളം നമുക്ക് പഴുത്ത ചക്ക സൂക്ഷിച്ച് വെച്ചിട്ട് കഴിക്കാൻ പറ്റും. ചക്ക ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച ചക്ക നമുക്ക് എടുത്ത് കഴിക്കാനൊക്കെ പറ്റും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നാനും കുമ്പളപ്പം ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുള്ളപ്പോൾ എല്ലാം നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഒരുപാട് ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. ചിലർ നല്ല പഴുത്ത ചക്കേനെ നല്ല പണ്ടത്തെ അമ്മമാരൊക്കെ ഒരു പായൻ്റെ ഒരു അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ആ ഒരു പായിലോട്ട് ആ മിക്സിയിൽ അരച്ചിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് ഒരു ഭരണിയിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചക്കയോട് ഇഷ്ടമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒരുപാട് ചക്കയുള്ളവർ വീടുകളിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ അപ്പം പല കാര്യങ്ങളും പറയും, ശർക്കര ഇട്ടിട്ടൊക്കെ നമ്മൾ ചക്കയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു പുട്ടുണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ പുട്ടായത് കാരണം ആ പുട്ടിൻ്റെ അകത്തോട്ട് തന്നെ തേങ്ങയും ഇതും എല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്ത് പുട്ടുണ്ടാക്കി, ചക്കപ്പുട്ട്. പക്ഷെ അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ, ചക്ക വെച്ചിട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അരിഞ്ഞിട്ട് ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. എല്ലാവരും ഇപ്പോഴത്തെ എല്ലാം മാങ്ങാപ്പഴം ഒക്കെ വെച്ചുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചക്ക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവരും ചക്കയും കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുട്ട് തിന്നാം, ചക്കപ്പുട്ട്.